ഇനിയും ഈ അടുത്തൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്തൊരു വാർത്തയിലേക്കാണ്. കുഞ്ഞിന് മുലപ്പാൽ നൽകിയെന്നാരോപിച്ച് ഭർത്തൃവീട്ടുകാർ ക്രൂരമായി വർദ്ധിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെയാണ് കേസെടുത്തത്. കൊല്ലം നീണ്ടകര സ്വദേശി അലീനയ്ക്കാണ് പ്രസവം കഴിഞ്ഞ് 27ാം നാൾ മർദ്ദനമേൽക്കേണ്ടി വന്നത്. അലീന തന്റെ പേര് വിളിച്ചതുകൊണ്ടാണ് മർദ്ദിച്ചതെന്ന വിചിത്രവാദമാണ് ഭർത്താവ് മഹേഷിന്റേത്. സംസ്ഥാന സർക്കാരും വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ഇവരുടെ പിതാവും ചേർന്ന് അലീനയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ചവറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരം ഭർത്താവ് മഹേഷ്, സഹോദരൻ മുകേഷ്, മാതാപിതാക്കളായ മുരളി, ലത എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തനിക്ക് നേരെ ഉണ്ടായത് ക്രൂരമർദ്ദനമെന്ന് അലീന പറഞ്ഞു. ഇയാൾ എന്നെ അടിക്കുകയും ചെയ്ത് ഇടിക്കുകയും ചെയ്ത് ഇയാളെ ചേട്ടനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ മുഖത്താണെങ്കിൽ തലങ്ങിനെടുത്ത് അമ്മയ്ക്ക് തന്നു എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ദേഹം മൊത്തം ഉപദ്രവിച്ചെൻ്റെ കത്താളൊക്കെ എടുത്തോണ്ടെന്ന് ഉപദ്രവിച്ച് കയറിനൊക്കെ ഇറുക്കിയതിൻ്റെയൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു. തന്റെ പേര് ഭാര്യ വിളിച്ചതാണ് ബന്ധുക്കളെ ചൊടിപ്പിച്ചതെന്നും ഇതാണ് മർദ്ദനത്തിന്റെ കാരണമെന്നുമായിരുന്നു ഭർത്താവ് മഹേഷിന്റെ വിചിത്ര ന്യായം. തന്റെ അമ്മയെ ഭാര്യ ഉപദ്രവിച്ചെന്നും മഹേഷ് 24നോട് പറഞ്ഞു. ഇവ എടുത്ത വൈകിടാ മഹേഷ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ ഈ ചരക്കേട്ട് സമയം അതന്നേരം അമ്മ ചോദിച്ചു, ഇവിടെ ആക്കാറിയില്ല, എന്തിനാ അലീനെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ രണ്ടുമൂന്ന് അടി കൊടുത്തു. അവൾ അന്നേരം അമ്മ കയറി വന്ന് അടിക്കാൻ എന്താ അടിക്കല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വന്ന് വിളിക്കോ, ഇതിനെല്ലാം കാരണം നീ അടിയെ പ്രശ്നം ചീർത്ത് വിളിച്ച് പൊങ്ങയ്ക്കെല്ലാം കൂടെ പിടിച്ചു വെച്ചിരുന്നപ്പോ ഞാൻ രണ്ടുമൂന്ന് അടി കൊടുത്തു. 24 വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. വീട്ടുകാരുടെ മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ് വാർത്ത കൊണ്ട് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട് പീഡനം നടത്തിയിട്ടുള്ള മർദ്ദിച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകുന്നതായിരിക്കും. സർക്കാർ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു. അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഭർത്തൃവീട്ടുകാരും അലീനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി. അരുൺ ഗ്യാസ് 24 കൊല്ലം. ചേട്ടായി എന്ന് വിളിച്ചില്ലെങ്കിൽ കലി ഇളകും. നാണമല്ലേ കലിപ്പൻ ചേട്ട? ഏത് വർഷത്തിലാണ്, ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന മിനിമം ബോധമെങ്കിലും വേണ്ടേ?